ഹലോ ഓൾ. മഴക്കാലമാണ്. നമ്മുടെ ഇലയിലൊക്കെ വെള്ളം വീണ് കിടക്കുന്ന നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. എന്നാൽ ചില ഇലയിൽ വെള്ളം വീണ അതൊരു ബോൾ പോലെ കിടക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചേമ്പിലയിൽ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതാ വെള്ളം ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊരു ബോൾ പോലെ ഒരു ബോളായിട്ട് അത് ഇരിക്കുന്നുണ്ട്. അതായത് എല്ലാ ഇലയിലും ബോൾ പോലെ നിൽക്കുന്നില്ല. ചില ഇലയിലൊക്കെ കുറച്ചും കൂടെ ആ, ഉണ്ടെങ്കിലും നമ്മുടെ ചേമ്പലയ്ക്ക് എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മളൊരു ചേമ്പല എടുത്തു. ചേമ്പലയ്ക്കകത്തോട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്യണം. കണ്ടോ, വളരെ രസമായിട്ട് നല്ല രസത്തിലൊരു ബോൾ പോലെ ഒഴിക്കുന്ന വെള്ളത്തുള്ളികളെല്ലാം ബോൾ പോലെ വന്ന സെൻട്രലിൽ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. എന്താണ് ഈ പ്രതിഭാസത്തിന് കാരണം? അതായത് നമ്മുടെ ചേമ്പല സൂപ്പർ ഹൈഡ്രോഫോബിക് സർഫസ് ആണ്. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ റിപ്പൽ ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് വരുന്നതിൻ്റെ കാരണം നമ്മുടെ ചേമ്പിലയിലൊരു വാക്സി ലെയർ ഉണ്ട്. ആ വാക്സി ലെയറാണ് അതിനെ വാട്ടർ റിപ്പല്ലൻ്റ് ആക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബംസ് പോലെ ടൈനി റേസ്ഡ് ബംസ് ഉണ്ട് അതിൻ്റെ സർഫസിൽ. അതും ഈ പ്രതിഭാസത്തിന് കാരണമാവുന്നു. നമ്മൾ മേടിക്കുന്ന പുതിയ കുട, അതുപോലെ റെയിൻ കോട്ട്, ചില റെയിൻ കോട്ടിലൊക്കെ വെള്ളം വീണ അതും ഇങ്ങനെ റിപ്പല്ലൻ്റ് ആയിട്ടിരിക്കുന്നത് കാണാറില്ലേ? പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ നമ്മളൊരു ഡ്രോപ്പ് വെള്ളം ആഡ് ചെയ്ത് നോക്കിക്കേ. ആ വെള്ളം അത് വേഗം ഒഴുകിപ്പോകും. അത് നമ്മുടെ ബോള് പോലെ ഫോം ചെയ്യുമൊന്നുമല്ല. പക്ഷേ നമ്മൾ കുറച്ച് എണ്ണ തടവിയിട്ട് ആ വെള്ളം അവിടെ ഒന്ന് ഒഴിച്ചു നോക്കിക്കേ. നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ ആ വെള്ളം ബോള് പോലെയാകും. അതും ഈ നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ അത് വാട്ടർ റിപ്പല്ലൻ്റ് ആണല്ലോ. അതുകൊണ്ടാണ്.